എല്ലാവർക്കും താരൂസ് വേഡിലേക്ക് സ്വാഗതം. യദോ ഹസ്ത തദോ ദൃഷ്ടി, യദോ ദൃഷ്ടി തദോ മനഃ, യദോ മനഃ തദോ ഭാവ, യദോ ഭാവ തദോ രസ. ഒരു നർത്തകിക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളാണ്. കൈ പോകുന്നിടത്ത് കണ്ണുണ്ടായിരിക്കണം, കണ്ണുള്ളിടത്ത് മനസ്സ്, മനസ്സുള്ളിടത്ത് ഭാവം, ഭാവമുള്ളിടത്ത് രസം ഉണ്ടായിരിക്കും. പും നൃത്യം താണ്ഡവം പ്രാഹു, സ്ത്രീ നൃത്യം ലാസ്യമുച്ചതേ. പുരുഷന് കൂടുതലായി ചേരുന്നത് താണ്ഡവ നൃത്തവും സ്ത്രീക്ക് കൂടുതലായി ചേരുന്നത് ലാസ്യ നൃത്തവുമാണെന്നാണ് സൂചിപ്പിക്കുന്നത്. എന്നുവെച്ച് പുരുഷന് ലാസ്യഭാവം ചെയ്യാൻ പാടില്ല എന്നതിനർത്ഥമില്ല. സ്ത്രീകളിൽ സ്ത്രൈണത ഭാവം കൂടുതലായി നിൽക്കുന്നവർ മോഹിനിയാട്ടം കളിച്ചാൽ ഒരു പ്രത്യേക ഭംഗിയുണ്ടാവും. ആ സ്ത്രൈണത ഭാവം കുറഞ്ഞിരിക്കുന്നവരാണ് നമ്മൾ കണ്ടിട്ടില്ലേ, ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്ത് ഒരു പുരുഷന്റെ രീതിയിലേക്ക് മാറുന്നത്. അപ്പം പറഞ്ഞു കേട്ടിട്ടുണ്ട്, സ്ത്രീകളിൽ പോലും ഒരു 40 വയസ്സൊക്കെ ആകുമ്പോൾ ഒരു 40 വയസ്സാകുമ്പോഴത്തേക്ക് ഒരു പുരുഷ ഹോർമോണുകൾ കൂടുതലായി ഉൽപ്പാദിപ്പിച്ച് ഒരു പുരുഷന്റെ സ്വഭാവത്തിലേക്ക് ഏറെക്കുറെ, എല്ലാവരും അല്ല, ഏറെക്കുറെ മാറാറുണ്ട്. അതുപോലെ പുരുഷന്മാരും ഒരു 40 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു സ്ത്രീകളെ പോലെ വളരെ പാവം പോലെ ആവാറുണ്ട്. ഇങ്ങനെയൊക്കെ ബയോളജിക്കലി പറയാറുണ്ട്. അപ്പം അതിനെ മൊത്തത്തിലെടുത്ത് അങ്ങ് മോഹിനിയാട്ടം കളിക്കേണ്ടത് മോഹിനിമാരാണ് എന്ന് അങ്ങനെ അടച്ചാക്ഷേപിച്ച് അങ്ങനെ സംസാരിക്കേണ്ട, അത് ഭയങ്കര തെറ്റായ ഒരു പ്രസ്താവനയായിപ്പോയി. അത് കേട്ടപ്പോൾ വളരെ വിഷമമാണ് തോന്നിയത്. ദേഷ്യമല്ല, നമുക്ക് വിഷമമാണ് തോന്നിയത്. അപ്പോൾ ഭരതമുനി എഴുതിയ നാട്യശാസ്ത്രത്തിൽ വളരെ വ്യക്തമായിട്ട് ലക്ഷണം പറയുകയുണ്ടായി. അതുപോലെ തന്നെ നാട്യദേവൻ ശിവനാണ്. നാട്യശാസ്ത്രം എഴുതിയത് ഭരതമുനിയാണ്. അതുപോലെ തന്നെ കലാമണ്ഡലത്തിലെ ആദ്യ ഗുരു അപ്പൂരയിടത്ത് കൃഷ്ണപ്പണിക്കരും പുരുഷനായിരുന്നു. അങ്ങനെ നിരവധി പുരുഷ കേസരികൾ നൃത്തം അഭ്യസിച്ചിരുന്ന നമ്മുടെ കൊച്ചു കേരളക്കര, അവിടെ പുരുഷന്മാർക്ക് മോഹിനിയാട്ടം അഭ്യസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് സമ്മതിച്ചു കൊടുക്കാൻ കുറച്ച് പ്രയാസമാണ്. അതിൽ പല പുരുഷന്മാരും സ്ത്രീവേഷം കെട്ടി മോഹിനിയാട്ടം കളിക്കുന്നത് കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അന്നൊക്കെ ഫുള്ള് സ്ത്രീ വേഷം കെട്ടിയാണ് അവര് നൃത്തം കളിച്ചിരുന്നത്. ഒരുപക്ഷെ നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് ചത്തഭാമ ടീച്ചർക്ക് ഇത് കാണാനുള്ള അവസരം കിട്ടിക്കാണത്തില്ല. അവര് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ്, പുരുഷന്മാർ മോഹിനിയാട്ടം കളിക്കുമ്പോൾ, അതായത് പൂതനാമോക്ഷം ഒക്കെ അവതരിപ്പിക്കുമ്പോൾ, പൂതന പാല് കൊടുക്കുന്ന രംഗമൊക്കെ ഉണ്ടല്ലോ, അപ്പം മുലക്കച്ച കെട്ടിയൊക്കെ അല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ പ്ലെയിൻ ആയിട്ട് മുകളിലേക്ക് ഡ്രസ്സ് ഇട്ടിട്ട് അതെങ്ങനെ അവതരിപ്പിക്കും, നമ്മൾ അതൊക്കെ ഊഹിച്ചെടുക്കണമോ എന്ന് കളിയാക്കിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. ഇപ്പം നമ്മൾ പാവക്കൂത്തൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ചില കലകൾക്ക് അതിൻ്റെതായ ലിമിറ്റേഷൻസ്. ഇപ്പം പുരുഷന്മാർക്ക് വേണമെങ്കിൽ സ്ത്രീവേഷം ഫുള്ള് കെട്ടി കളിക്കാം, പകുതിയിലും കളിക്കാം. ഒരു പ്രത്യേകമായ ചട്ടക്കൂട് അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ അവര് പറയുന്നത് ഞാൻ കാണുന്ന എനിക്കിഷ്ടമല്ല, നിങ്ങളുടെ ഇഷ്ടം ആര് ചോദിച്ചു? നിങ്ങളുടെ ഇഷ്ടം ആര് ചോദിച്ചു? കേരളക്കര മുഴുവനും ഇഷ്ടപ്പെടുന്ന ഒരു കലാരൂപമാണ് കേരളത്തിന് പുറത്തും. അപ്പൊ അവിടെ നിങ്ങൾ എന്താണ് പറയുന്നത്? നിങ്ങൾക്ക് ഇഷ്ടമല്ല, നിങ്ങൾ യോജിക്കുന്നില്ല, നിങ്ങളോട് ആര് ചോദിച്ചു? ഏതൊരു കലാരൂപവും പകർന്നാടുമ്പോൾ അത് കറക്റ്റായിട്ട് നമ്മുടെ ബോഡിയിലേക്ക് വരുമ്പോഴാണ് അത് മനോഹരമാകുന്നത് കാണാൻ. കൃത്യമായ ചരിത്രരേഖകളോ നിയമസംഹിതകളോ ഇല്ലാതെ ഊഹാപോഹങ്ങളും ലഭ്യമായ വിവരങ്ങൾ ചേർത്തുള്ള ക്രോഡീകരണമാണ് ഈ കലയ്ക്കുള്ള ആധാരം. ദേവദാസി സമ്പ്രദായത്തിലെ ദാസിയാട്ടത്തിന്റെ ഒരു പരിഷ്കരിച്ച രൂപമാണ് മോഹിനിയാട്ടം. നാട്യശാസ്ത്രത്തിലെ ലാവണ്യ സമ്പുഷ്ടമായ കൈശികീ വൃത്തവും ഏറെ ചേർന്ന് നിൽക്കുന്ന ശൃംഗാര രസവുമാണ് മോഹിനിയാട്ടത്തിലെ പ്രധാന വിവക്ഷ.
ശാസ്ത്രം ഇത്രയേ പറയുന്നുള്ളൂ എന്നിരിക്കെ ഇന്ന ആളുകൾ മാത്രം കളിക്കുക, പുരുഷന്മാർ കളിക്കാൻ പാടില്ല, കളിക്കുന്നവർക്ക് തന്നെ സൗന്ദര്യം വേണം, നിറം വേണം, ഈ പിടിവാശികൾക്കൊക്കെ മറുപടി നൽകേണ്ട സമയം എന്നേ അതിക്രമിച്ചിരിക്കുന്നു. നൂറ്റാണ്ടുകളോളം സ്ത്രീകളെ അകറ്റി നിർത്തിയിരുന്നു കഥകളിയിൽ. അന്ന് സ്ത്രീ സങ്കല്പം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റൂളിട്ട് അതിൽ തുണി വിരിച്ചാൽ സ്ത്രീയായി. അവിടെ നിന്നും ഇന്ന് കാണുന്ന ഒരു രീതിയിലേക്ക്, വൻ സ്ത്രീ പക്ഷത്തിലേക്ക് ആ കല മാറിയെങ്കിൽ സ്ത്രീകൾ നടത്തിയ പോരാട്ടത്തിൻ്റെ ഫലം തന്നെയാണ്. അത് വേണ്ട മാറ്റം തന്നെയാണെന്ന് സ്ത്രീ കലാകാരികൾ ഒന്നടങ്കം പറയുന്നു. അതേ പോരാട്ടം തന്നെ മറ്റൊരു കലയ്ക്ക് വേണ്ടി പുരുഷന്മാർ പോരാടുമ്പോൾ നമ്മൾ പിന്തുണയ്ക്കുകയല്ലേ വേണ്ടത്, അല്ലാതെ പിന്നിൽ നിന്ന് കുത്തുകയാണോ വേണ്ടത്? ചെറുപ്പകാലത്തിൽ കയ്യിൽ പൈസയില്ലാത്ത സമയത്തിന് സോഡാ കുപ്പിയുടെ അടപ്പുകൾ കൂട്ടിക്കെട്ടി ചിലങ്കയ്ക്ക് പകരം ഉപയോഗിച്ചിരുന്നു എന്ന് അദ്ദേഹം പറയുന്നത് ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കേൾക്കുകയുണ്ടായി. എന്ത് കഷ്ടമില്ലേ! ആ കലയോടുള്ള അതീവമായ തീവ്രമായ ആഗ്രഹമാണ്. അത്രയും തീവ്രമായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെയാണ് ഈ ഡ്യൂപ്ലിക്കേറ്റ് സത്യഭാമ ടീച്ചർ കളിയാക്കിയത്. ഏത് കലാരൂപവും കാലാന്തരങ്ങളിൽ കാലവും ആസ്വാദകരും ആവശ്യപ്പെടുന്ന ന്യായമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളുമ്പോഴാണ് കല വളരുന്നത്. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ ആസ്പദമാക്കി നന്ദികീശ്വരൻ എഴുതിയ പുസ്തകമാണ് അഭിനയ ദർപ്പണം. അതിൽ നർത്തകീ ലക്ഷണം പറയുന്നത് ഇങ്ങനെയാണ്: തൻവി രൂപവതി ശ്യാമ എന്ന് പറഞ്ഞാൽ മെലിഞ്ഞ് ഇരുണ്ട നിറമോട് കൂടിയവൾ എന്നാണ്. ആഴത്തിലുള്ള അറിവും നല്ല സംസാരവും ചടുലത, സ്ഥിരത, സംഗീതബോധം, വിടർന്ന കണ്ണുകൾ, തിളക്കമാർന്ന കണ്ണുകൾ, ഭക്തി, ഏകാഗ്രത, അലസതയില്ലാത്ത മനസ്സ്, സഹിഷ്ണുത, മര്യാദയുള്ള പെരുമാറ്റം, ആഴത്തിലുള്ള അറിവും നല്ല സംസാരവും, പ്രഗത്ഭയായിരിക്കണം, വൃത്താകൃതിയിലുള്ള മാറിടം, അങ്ങനെ അങ്ങോളം ഗുണങ്ങളാണ് നർത്തകിക്ക് ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. നാട്യശാസ്ത്രത്തിൽ എവിടെയും പുരുഷന്മാർ നൃത്തം കളിക്കാൻ പാടില്ലെന്നും കറുപ്പ് നിറമുള്ളവർ നൃത്തം കളിക്കാൻ പാടില്ലെന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എവിടുന്നാവോ സത്യഭാമ ടീച്ചർ ഇങ്ങനെ ഒരു പോയിന്റും തപ്പിപ്പിടിച്ച് നമ്മളിലേക്ക് എത്തിയത്? RLV രാമകൃഷ്ണനെ പോലെ അതീവ കഴിവുള്ള പ്രഗത്ഭനായ ഒരു നർത്തകൻ ഒരിക്കലും ജാതിയുടെയും നിറത്തിൻ്റെയും പേരിൽ മാറ്റി നിർത്തേണ്ട ഒരാളല്ല, അതുല്യ പ്രതിഭ തന്നെയാണ്. അദ്ദേഹത്തിന് നേരെ ഇങ്ങനെ ഒരു ആരോപണം നടത്തിയത് വളരെ വേദനാജനകം.